കാര്യം. നമസ്കാരം ചേട്ടാ, ഗുഡ് മോർണിംഗ്. എങ്ങോട്ട് പോകുന്നു? ഞാൻ തൃശ്ശൂരാ വീട്. ഇവിടെ വെറുതെ ഇങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ വന്നു വെച്ചാൽ ആരെങ്കിലും ഉണ്ടോ ബന്ധുക്കള്? ഇവിടെ ആരുമില്ല, വെറുതെ ഇങ്ങനെ വന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. എങ്ങനെ വന്നു? ജോലി ഉണ്ടോ എവിടെയെങ്കിലും? ഇവിടെ പണിയെടുക്കും. എവിടെ താമസിക്കുന്നത്? തന്നെയാണോന്നില്ല, ചിലപ്പോൾ കരുമ്പത്തെ ഒരു ലോഡ്ജിൽ താമസിക്കും. എന്താ പേര്? ജോസഫ്. എന്ത് പണിയെടുക്കും ഇവിടെ? ഇവിടെ കൈക്കോട്ട് പണിയൊക്കെയാ. മീൻ കച്ചവടം. നാട്ടിൽ മീൻ കച്ചവടം. നാട്ടിൽ ഇവിടെ വന്ന കാര്യം എന്താ? വെറുതെ വീട്ടിൽ വീട്ടുകാരെന്തും അന്വേഷിക്കില്ലേ? വീട്ടുകാരെന്ന് പറയാതെ വന്നാണോ? ദൈവമേ, ഇതാണ് ജോസഫേട്ടൻ. വീട്ടുകാര് ഇപ്പൊ ഇത് കാണുന്നുണ്ട് ലൈവില്. എന്തിനാ വീട്ടുകാർ പിണങ്ങി വന്നാണോ? പിണങ്ങി പോന്നല്ല, ഇങ്ങനെ പോകുന്നു. എന്നാലും എന്തോ ഒരു പിണക്കമുണ്ട്. ചേച്ചിയെടുത്താണോ മക്കളെടുത്താണോ പിണക്കം? ആരും അടുത്തില്ല. എന്നാലും വീട്ടുകാർ പറയാതെ വന്നത് മോശമായില്ലേ? അവര് തിരക്കില്ലേ? തിരക്കത്തില്ലേ? ആണോ? തിരക്കില്ല. അവര് തിരക്കില്ല എന്നാണ്. അയ്യോ, ജോസഫേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഇവിടെ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളാണ് ജോസഫേട്ടനാണ് ജോസഫേട്ട പറഞ്ഞത്. അപ്പം ചിലപ്പോൾ വീട്ടുകാർ കാണും. വീട്ടിൽ തിരിച്ചു പോകണ്ടേ? മക്കള് കാര്യമായിട്ടൊന്നും നോക്കുന്നില്ലേ? പിന്നെ എന്ത് പറ്റി അവരുടെ അടുത്ത് പറയാതെ പോകുന്നത്? അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടോ? അപ്പോൾ അവർ അന്വേഷിക്കില്ലേ? കുഴപ്പമില്ല. അപ്പം തിരിച്ചു ചെല്ലും ഒരു ദിവസം. എന്നും തിരിച്ചു പോകും വീട്ടിൽ? പറയാൻ പറ്റില്ല. ആണോ? ഓക്കെ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജോസഫേട്ട വന്നതാണ്. ടി വിയിൽ കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു, സന്തോഷം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. പലതരം മനുഷ്യരാണല്ലേ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജോസഫേട്ടൻ ഇവിടെ വന്ന് പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. നമസ്കാരം. എങ്ങോട്ട് പോകാൻ ഇറങ്ങി? ഞാൻ ഇവിടെ ടൗണിൽ ഇറങ്ങിയ പള്ളിയിൽ പോയിട്ട്. ഇവിടെയാണോ വീട്? ശശിമല. ഈ വന്യമൃഗശല്യമൊക്കെ ഉണ്ടോ? ആന, കടുവ, പുലിയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വന്നില്ല. നേരത്തെയൊക്കെ വന്നായിട്ട് ഒരു വർഷം മുമ്പ് കടുവയൊക്കെ വന്നു. പിന്നെ സ്വസ്ഥമാണല്ലോ ജീവിതം? ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. പ്രിയങ്ക തന്നെയാണ് കയറി പോവാണോ? അതെ. ആണ്. കടുത്ത മത്സരമൊന്നും ഇല്ലല്ലോ? കടുത്ത മത്സരം തന്നെ ആണോ? പിന്നെ അല്ല, കടുത്ത മത്സരമൊന്നുമില്ല. മറ്റേ ടീമിനിപ്പം വേറെ ആളൊന്നുമില്ല. പ്രിയങ്കയ്ക്ക് ഒരു 5 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കും അല്ലേ? ഓക്കെ. പ്രിയങ്ക പാർലമെന്റിൽ പോയി പറയേണ്ട വയനാടിന്റെ ആവശ്യം എന്താ? വയനാടിൻ്റെ ആവശ്യം മെയിനായിട്ട് നമുക്കിവിടെ ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ്. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം, പിന്നെ നമ്മൾ ഇത് അൺസോൺ ആയി, ഇതെല്ലാം വിഷയമുണ്ട്. ഇതെല്ലാം അവിടെ ചെന്ന് പറഞ്ഞ് അവർ ഇത് പരിഹാരം കാണും. എന്തൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, താങ്ക് യു.